നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാനായിട്ട് ദൈവം എന്തിനാണ് സ്വന്തം മകനെ കൊലയ്ക്ക് കൊടുക്കുന്നത്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വേറൊരാളെ കൊല്ലേണ്ട കാര്യം എന്തിരിക്കുന്നു? ഒരാളുടെ തെറ്റുകൾക്ക് പകരം വേറൊരാളെ ശിക്ഷിക്കുന്നത് ന്യായമാണോ? നിങ്ങൾ ആ ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നത് തന്നെ തീർച്ചയായും തെറ്റായ രീതിയിലാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി ദൈവം വേറെ ആരെയോ പിടിച്ച് കൊലയ്ക്ക് കൊടുത്തു എന്ന രീതിയിലുള്ള ക്രൂരമായ ശിക്ഷാവിധി നടപ്പിലാക്കി, അല്ലെങ്കിൽ പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരാളുടെ ശിക്ഷയ്ക്ക് പകരം വേറൊരാളെ ശിക്ഷിക്കുക എന്ന തിയറി കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രത്തിലില്ല. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ ക്രൈസ്തവ ദൈവശാസ്ത്രം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അത് വെറും ഒരു സ്ട്രോമാൻ മാത്രമാണ്. സുവിശേഷത്തിൻ്റെ സന്ദേശം ദൈവം യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നല്ല. സൃഷ്ടാവായ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യന് ഒരിക്കലും അടച്ചു തീർക്കാൻ കഴിയാത്ത പാപത്തിൻ്റെ കടം തൻ്റെ സ്നേഹത്താൽ ഏറ്റെടുത്ത് വീട്ടി എന്നതാണ്. അതായത് ദൈവം കുറ്റമറ്റ മൂന്നാമതൊരാളെ അതായത് ദൈവം കുറ്റമില്ലാത്ത മൂന്നാമതൊരാളെ ശിക്ഷിക്കുകയല്ല, മനുഷ്യനെ സ്നേഹിച്ച അതേ ദൈവം തന്നെ നമ്മുടെ രക്ഷയ്ക്കായി സ്വയം സമർപ്പിച്ചു, സ്വയം ബലിയായി തീർന്നു. അതായത് നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റുവാങ്ങുകയല്ല, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ബലിയാകുകയാണ്. ആരും എന്നിൽ നിന്ന് അത് ബലമായി അപഹരിക്കുകയല്ല, ഞാൻ സ്വമേധയാ അത് സമർപ്പിക്കുകയാണ് എന്നാണ് യേശു 10:18 വ്യക്തമാക്കുന്നത്. പാപത്തിൻ്റെ കടം എന്താണ്? വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പാപം ചെയ്യുന്ന വ്യക്തി മരിക്കണം, അല്ലേ? എസെക്കിയേൽ 18:4 പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നുവെന്ന് റോമ 6:23 പറയുന്നു. മനുഷ്യന് എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും സ്വന്തം കഴിവുകൊണ്ട് ഈ പാപത്തിൻ്റെ കടം പൂർണ്ണമായി പരിഹരിക്കാനോ സ്വയമേ രക്ഷിക്കാനോ കഴിയില്ല. അപ്പോൾ ദൈവത്തിന് 2 വഴികളാണുള്ളത്. ഒന്ന്, നീതിപ്രകാരം മനുഷ്യൻ്റെ പാപത്തിനനുസരിച്ച് അവനെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ തൻ്റെ അനന്ത സ്നേഹത്തിൽ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് ദൈവം തന്നെ അവന് വേണ്ടി ചെയ്യുക. കുരിശിൽ നമ്മൾ കാണുന്നത് നമുക്ക് പകരം ഒരു നിരപരാധിയെ ശിക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കോപമല്ല, പകരം നമുക്ക് വേണ്ടി സ്വയം ബലിയായിത്തീരുന്ന ദൈവത്തിൻ്റെ അനന്തമായ കരുണയും സ്നേഹവുമാണ് നമ്മൾ കുരിശിൽ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ പാപത്തിനു വേണ്ടി മറ്റൊരാളെ ശിക്ഷിക്കുന്ന അനീതിയല്ലേ എന്ന് ചോദിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ പാപങ്ങൾക്ക് പകരം നിരപരാധിയായ യേശുവിനെ ശിക്ഷിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി രക്ഷിക്കാൻ വേണ്ടി തീയിൽ ചാടുകയോ, അല്ലെങ്കിൽ ഒരു സൈനികൻ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുകയോ ചെയ്താൽ നമ്മൾ അതിനെ അനീതി എന്ന് വിളിക്കില്ല, അല്ലേ? അതിനെ സ്നേഹത്തിൻ്റെ പ്രകടനമെന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് കുരിശിന് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ ക്രൂരതയല്ല അവിടെ കാണുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ അതിരില്ലാത്ത സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. മനുഷ്യന് സ്വയം ചെയ്യാൻ കഴിയാത്ത ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യുക. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നിങ്ങളുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം നിങ്ങളുടെ അയൽവാസിയുടെ കോടിക്കണക്കിന് വില വരുന്ന സ്വത്തുവകകൾ കത്തി നശിക്കുന്നുവെന്ന് കരുതുക. അയാൾക്ക് നഷ്ടം വന്ന തുക കോമ്പൻസേഷൻ നൽകാനായിട്ട് കോടതി വിധിക്കുന്നുവെന്ന് കരുതുക. എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക നില വെച്ച് കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കില്ല എന്നും കരുതുക. അവിടേക്ക് നിങ്ങളുടെ പിതാവ് കടന്നു വന്നുകൊണ്ട് കോടതി നിങ്ങൾക്ക് ശിക്ഷയായി വിധിച്ച നിങ്ങൾ കൊടുത്തു തീർക്കേണ്ട കോമ്പൻസേഷൻ മുഴുവൻ കൊടുത്തു വിട്ടുന്നു എന്ന് കരുതുക. ഇപ്പോൾ പറയാം, ആരെങ്കിലും അതിനെ മകന് പകരം അച്ഛനെ ശിക്ഷിച്ചു എന്ന് പറയുമോ? ഇല്ല. അതല്ല ഇവിടെ സംഭവിക്കുന്നത്. മകനോടുള്ള പിതാവിൻ്റെ അളവറ്റ സ്നേഹമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരു കാര്യമാണ് കുരിശിന് സംഭവിക്കുന്നത്. ദൈവം കുറ്റമറ്റ ഒരാളെ, ക്രിസ്തുവിനെ ശിക്ഷിക്കുകയല്ല, മനുഷ്യന് ഒരിക്കലും അടച്ചു തീർക്കാൻ കഴിയാത്ത പാപത്തിൻ്റെ കടം മനുഷ്യനെ സ്നേഹിച്ച ദൈവം തന്നെ തൻ്റെ സ്വയം സമർപ്പണത്തിലൂടെ, കുരിശിലെ ബലിയിലൂടെ ആ കടങ്ങളൊക്കെ ഏറ്റെടുത്തു. അതുകൊണ്ട് കുരിശ് ദൈവത്തിൻ്റെ ക്രൂരതയുടെ അടയാളമല്ല, ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെ അടയാളമാണ്.